ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. മാത്രമല്ല ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 4-5 ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. നമ്മൾ എന്നാണ് ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത് അതിന്റെ തലേ ദിവസം ഈ ഒരു കാര്യം ചെയ്തു വെക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലെ കുതിർത്ത് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതലും നല്ലത്. ഇപ്പൊ ഞാൻ ഇത് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. ഇപ്പൊ ഇത് ആ ഒരു ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ, അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള പൊടിയരിയാണ്. ഞവരരി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞവരരി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തവിടോട് കൂടിയുള്ള അരി എടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ പൊടിയരിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കഞ്ഞിയൊക്കെ വെക്കാറില്ലേ, ആ ഒരു അരിയാണ്. ഇനി ഈ ഒരു അരി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 തവണ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. ഇപ്പൊ ഞാൻ ഇത് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നമ്മുടെ ഉലുവ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലുള്ള കപ്പില് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ എന്റെ കുക്കറിൽ 3 വിസിലാകുമ്പോഴേക്ക് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. പിന്നെ ഓരോ കുക്കറിനും വേവുന്ന ആ ഒരു ടൈം വ്യത്യാസമായിരിക്കും. പൊതുവെ ഈ ഒരു പൊടിയരി വേവിക്കാനായിട്ട് 3 വിസിലാകുമ്പോഴത്തേക്കാണ് ഓഫ് ആക്കാറുള്ളത്. അപ്പൊ കുക്കറിന്റെ വേവിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ 3 വിസിലാകുമ്പോഴത്തേക്കും ഓഫ് ആക്കിക്കോളൂ കേട്ടോ. അപ്പൊ അത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ട മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഉലുവക്കഞ്ഞിയൊക്കെ കുടിക്കുന്ന ടൈമിൽ നമ്മൾ വെറും വയറ്റിൽ വേണം കുടിക്കാനായിട്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വേണം ഈ ഒരു ഉലുവക്കഞ്ഞി കുടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ വെറും വയറ്റിൽ ഒത്തിരി മധുരം ഉള്ളിലോട്ട് ചെല്ലുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ശർക്കര പാനിയൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഉലുവയും അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ടേക്ക് ഞാൻ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ശർക്കര പാനിയൊക്കെ എടുക്കുന്ന ടൈമിൽ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി കുറച്ചു നേരം ഈ ഒരു ശർക്കര പാനിയൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ ഒരു ശർക്കര പാനിയും അരിയും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം കേട്ടോ. ഈ ഒരു ടൈം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു ടൈം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്നത് തേങ്ങാപ്പാലല്ല, പകരം പശുവും പാലാണ് എടുക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ടൈം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലേ. അങ്ങനെ പൊള്ളുന്ന വില എടുത്തിട്ടൊന്നും തേങ്ങ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു പശുവും പാൽ ഒഴിക്കുന്ന ടൈമിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകുന്നില്ല. പിന്നെ ഇതുപോലെ പാലൊഴിച്ചു കുടിക്കുന്ന ടൈമിൽ തടി കൂടും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ കയ്പൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ പോലും ഇഷ്ടത്തോടെ കുടിച്ചോളും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാം കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ പാലൊക്കെ കൂടാനായിട്ട് ഈ ഒരു കഞ്ഞി നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഉലുവക്കഞ്ഞി 7 ദിവസം വെറും വയറ്റിൽ രാവിലെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ നടുവേദനയും സന്ധിവേദനയൊക്കെ കുറക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നത്. ഇപ്പൊ ഇത് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിനൊന്നും ആവശ്യമില്ല. ഇതുപോലെ പശുവിൻ പാല് ചേർത്ത് കൊടുത്താൽ മതി. രാവിലെ എണീറ്റ് തേങ്ങയൊക്കെ ചിരകി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ എന്നുള്ളത് മെനക്കെട്ട പണി തന്നെയാണ് അല്ലെ. പ്രത്യേകിച്ച് വേറെ പണികളൊക്കെ ഉള്ള സമയത്ത്. മാത്രമല്ല ഇപ്പൊ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ ഇതുപോലെ തേങ്ങാപ്പാലിന് പകരം ലൈറ്റ് ആയിട്ട് പശുവിൻ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുടങ്ങാതെ ഈ ഒരു കഞ്ഞി കുടിക്കാനും പറ്റും, നമ്മുടെ ആരോഗ്യം നോക്കാനും പറ്റും കേട്ടോ. പിന്നെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കുടിക്കാത്തതാണ് കേട്ടോ നല്ലത്. ഇതിലോട്ടേക്ക് നമ്മൾ പാലും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവര് ഈ ഒരു കഞ്ഞി കുടിക്കുന്ന ടൈമിൽ ഗുണത്തിലേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ഏത് രീതിയിൽ ഉലുവ കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നത് പൊടിയരി ആയിരുന്നു. അങ്ങനെ പൊടിയരി നമ്മൾ വെറും വയറ്റിലേക്ക് എല്ലാ ദിവസവും കഴിക്കുന്ന ടൈമിൽ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഷുഗർ നന്നായിട്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നുറുക്ക് ഗോതമ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ നുറുക്ക് ഗോതമ്പില്ല, സാധാ ഗോതമ്പൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം.
ഇനി കഴുകിയെടുത്ത ഗോതമ്പ് ഞാൻ ഇതുപോലെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് ഉലുവ കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉലുവ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 3 വിസിൽ തന്നെയാണ്. ഇപ്പൊ ഇത് നമ്മുടെ ഉലുവയും ഗോതമ്പും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കുക്കർ തുറന്നതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇത് നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈം തേങ്ങയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ കുറച്ച് തേങ്ങ, അതായത് 1-2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉലുവ കഞ്ഞി കുടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ ഒന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഷുഗറോ കൊളസ്ട്രോളോ കൂടുന്ന ഒരു പേടിയും വേണ്ട, ധൈര്യത്തിൽ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് കാണിച്ച ഈ ഒരു 2 ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഈ ഒരു ചാനലിൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.